ത്രേതായുഗത്തിൽ ശ്രീരാമാവതാരം കഴിഞ്ഞയുടനെ ദ്വാപരയുഗം ആഗതമായി ആ സമയത്ത് മുൻപ് നടന്ന ഒരു ദേവാസുരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാരെല്ലാം ഭൂമിയിൽ വന്നു പിറന്നു. അവരിൽ പലരും മഹാശക്തന്മാരും അസംഖ്യം സൈന്യബലമുള്ളവരുമായിരുന്നു. പുത്രപൗത്രാദികളാൽ അവർ തങ്ങളുടെ വംശം വർദ്ധിപ്പിച്ചു. അവർ കോടികളായും ശതകോടികളായും സഹസ്രകോടികളായും അംഗസംഖ്യ പെരുകി. ലോകത്തിനു അഥവാ ഭൂമിദേവിക്ക് അവർ ഒരു ഭാരമായി ഭവിച്ചു. കോടിക്കണക്കിനു വരുന്നതായ അവരുടെ സൈന്യങ്ങൾ ഭൂമിയിൽ തന്നിഷ്ടം പോലെ തിമിർത്തു വിളയാട്. മനുഷ്യരിലെന്നല്ല തിര്യക്കുകളിലും അസുരന്മാർ ജന്മം കൊണ്ട് അവർ ഭൂമിയെ അധർമ്മമായ മാർഗത്തിൽ അനുഭവിക്കുകയും ലോകത്തിനു അത്യന്തം പീഡയുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് കാരണം വസുന്ധര ക്ഷീണിതയായി ഭവിച്ചു. ഭൂമിയിലെ വിഭവങ്ങളെല്ലാം അസുരന്മാർ കൊള്ള ചെയ്തു. ഇത്തരത്തിലായപ്പോൾ ക്ഷത്രിയവർഗത്തിൽ ജന്മം കൊണ്ട് ഈ അസുരന്മാർ ശരിക്കും ഭൂമിക്കൊരു ഭാരമായി മാറി. ഈ അസുരന്മാരിലൊക്കെ ഏറ്റവും പ്രധാനിയാകട്ടെ കാലനേമി എന്ന അസുരന്റെ അംശത്തിൽ ജനിച്ച കംസൻ എന്നൊരുവനായിരുന്നു. യദുവംശത്തിലെ ഉഗ്രസേനന്റെ പുത്രനായ ഇദ്ദേഹത്തിന് അതിവിപുലമായ ഒരു സൈന്യമുണ്ടായിരുന്നു. ആ സൈന്യത്തിൽ പ്രസിദ്ധരായ പല അസുരന്മാരുമുണ്ടായിരുന്നു. അരിഷ്ടൻ, കേശി തുടങ്ങിയ ആയിരക്കണക്കിനു അസുരന്മാർ കംസനെ സേവിച്ചു പോന്നു. ഇത്തരത്തിൽ കംസൻ ആരാലും എതിർക്കപ്പെടാനാകാത്തവനും അതിശക്തനായ നേതാവുമായി ഭൂമി ഭരിച്ചു. അവന്റെ നേതൃത്വത്തിൽ ഭൂമിയിൽ അസുരന്മാരായവരെല്ലാം തോന്നിയ മട്ടിൽ വിഹരിക്കുകയും പാപം പ്രവർത്തിക്കുകയും ചെയ്തുപോന്നു. ഇങ്ങനെയായപ്പോൾ ഭൂമിദേവി ഒരു ഗോവിന്റെ രൂപത്തിൽ ദേവലോകത്ത് പോയി തന്റെ ദുരിതം ദേവന്മാരെ അറിയിച്ചു. ദേവന്മാർ ഭൂമിയെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തുകയും ബ്രഹ്മാവിനെ കണ്ടു തങ്ങളുടെ പ്രശ്നം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ബ്രഹ്മാവ് കംസനു വരം നൽകിയിട്ടുള്ളതിനാൽ തനിക്ക് അയാളെ വധിക്കുവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. തുടർന്ന് അവരെല്ലാം കൂടി പാലാഴിയിൽ പോയി വിഷ്ണുവിനെ കണ്ടു. വിഷ്ണു അവരുടെ ആവലാതികൾ കേൾക്കുകയും താൻ ഭൂമിയിൽ അവതരിച്ച് ലോകോപകാരാർത്ഥം അസുരന്മാരെ നിഹനിക്കുമെന്നും ഭൂമിയുടെ അമിതഭാരം കുറയ്ക്കുമെന്നും അറിയിച്ചു. അത്തരത്തിൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി മഹാപുരുഷനായും മഹാലക്ഷ്മി രാധയായും രുക്മിണിയായും അവതരിച്ചു.